ഇവാഞ്ചലിയും അനുദിന ദിവ്യബലിയിലെ സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ആഗമനകാലം ഡിസംബർ 20 ബുധനാഴ്ച. വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ. മംഗളവാർത്തയാണ് പ്രമേയം. മറിയത്തിന് ദൈവത്താൽ അയക്കപ്പെട്ട ദൂതന്റെ സന്തോഷവാർത്ത. പക്ഷേ വിവാഹം നിശ്ചയിച്ച് ഉറപ്പിച്ച കന്യകയ്ക്ക് അതൊരു സന്തോഷവാർത്തയാണോ, ഇതൊരു മംഗളവാർത്തയാണോ? നമ്മളതിനെ ഇന്ന് മംഗളവാർത്ത എന്ന് വിളിക്കുമ്പോൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാം, തെറ്റുകാരി എന്ന് മുദ്ര കുത്തപ്പെടാം, ജീവിതം തന്നെ ഒരു പെരുവഴിയിലേക്ക്. അവിടെയാണ് അവൾ ദൈവത്തിൻ്റെ വഴിയിൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞത്. മാലാഖയുടെ അഭിസംബോധന ശ്രദ്ധേയമാണ്. ദൈവകൃപ നിറഞ്ഞവളെന്നാ. നമ്മുടെ അരികിലേക്ക് ദൈവദൂതൻ വന്ന് നമ്മളെ ദൈവകൃപ നിറഞ്ഞവളെ, ദൈവകൃപ നിറഞ്ഞവനെ എന്ന് വിളിക്കുമെന്ന് ഈ കാലഘട്ടത്തിലൊരു സംശയമുണ്ട്. പക്ഷേ മറിയത്തെ വിളിച്ചു, കാരണം അവൾ അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവളായിരുന്നു. പ്രിയമുള്ളവരെ, ഈയൊരു സുവിശേഷ ഭാഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ മംഗളവാർത്ത കൃത്യമായി പറയുന്നു, നീയൊരു പുത്രനെ പ്രസവിക്കും, അവന് ഈശോ എന്ന് പേരിടണം. പിന്നീട് ഈശോ വലിയവനായിരിക്കുമെന്നുള്ള ഒത്തിരി കാര്യങ്ങൾ പറയുമ്പോൾ ആ ഒരു കന്യകയ്ക്ക് പെട്ടെന്ന് മനസ്സിലാവണില്ല. പക്ഷേ മാനുഷിക ചോദ്യം അവളുടെ നിന്നും ഉയരുന്നുണ്ട്, ഞാൻ പുരുഷനെ അറിയുന്നില്ല. പ്രിയമുള്ളവരെ, എങ്കിലും ദൂതൻ പറയുന്ന മറുപടി കേട്ട് അവളുടെ അസ്വസ്ഥതകളൊക്കെ മാറ്റിവെച്ച് അവൾ പറയുന്നൊരു വാക്കുണ്ട്, ഇതാ കർത്താവിൻ്റെ ദാസി. എനിക്കിത് താങ്ങാൻ പറ്റുമെന്നാ പറയണേ. അപവാദങ്ങൾ ഉണ്ടാകാം, ഒത്തിരി കാര്യങ്ങളുണ്ടാകാം. ഇതിന് പിന്നിൽ ദൈവിക രഹസ്യമാണെന്ന് എല്ലാവരും ചിന്തിക്കണമെന്ന് നിർബന്ധമില്ല. വിവാഹ നിശ്ചയം ചെയ്ത ജോസഫ് എന്തു പറയുമെന്ന് അറിയില്ല. എങ്കിലും ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്നുണ്ട്. ഉള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പറയേണ്ട വാക്കാണ്. ഒരു വട്ടമല്ല, പലവട്ടം. പരിശുദ്ധമ്മ ഒറ്റ പ്രാവശ്യമൊന്നുമല്ല പറഞ്ഞേ, ജീവിതത്തിൻ്റെ ഓരോ വിനാഴികയിലും ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞിട്ടുണ്ട്. കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ അവൾ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ഹൃദയത്തിൽ പറഞ്ഞിട്ടുണ്ടാകും. ശിമിയോന്റെ മുമ്പിൽ ഹൃദയത്തിലൂടെ ഒരു വാള് കിടക്കുമെന്ന് പറഞ്ഞപ്പോഴും ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞു കാണും. നമ്മുടെയും ജീവിതത്തിൽ നനച്ചിരിക്കാതെ വരുന്ന ഓരോ കാര്യങ്ങൾക്ക് മുൻപിലും പകച്ചു പോകാതെ ഇതാ കർത്താവിൻ്റെ ദാസി. മറിയം പറഞ്ഞത് അവള് കന്യക എന്നുള്ള നിലയിലും ഒരു പെൺകുട്ടി എന്ന നിലയിലും പെട്ടെന്നുള്ള ഉത്തരവൊന്നുമല്ല. ഒത്തിരി കാര്യങ്ങൾക്ക് ഇടയിലും അവള് എനിക്ക് ഇത് താങ്ങാൻ പറ്റുമെന്നാണ്, എനിക്കിത് ഏറ്റെടുക്കാൻ പറ്റും, ദൈവമാണ് പറഞ്ഞേക്കണേ, അതുകൊണ്ട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് അവൾ പ്രത്യുത്തരിച്ചു. പ്രിയമുള്ളവരെ, നമുക്ക് പറ്റുമോ? ഒത്തിരി വിവാഹ സങ്കല്പങ്ങളുമായിട്ട് നിൽക്കുന്ന ഒരു കന്യകയുടെ ഇന്ന് കർത്താവിൻ്റെ ദൂതൻ വന്നാൽ സമ്മതിക്കുമോ? നമ്മളോടൊക്കെ കർത്താവിൻ്റെ ഹിതം ഇതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിതത്തിന് വിഘാതമാണെങ്കിൽ നമ്മളത് സമ്മതിക്കുമോ? ഇല്ല. ഇവിടെ മംഗളവാർത്തകൾ എപ്പോഴും എല്ലാവർക്കും മംഗളവാർത്തയാകണമെന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ ഹിതം മംഗളവാർത്തയാണെന്ന് തന്നെ വിചാരിച്ച് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് അവൾ പ്രത്യുത്തരിച്ചു. പ്രിയമുള്ളവരെ, പ്രത്യുത്തരിക്കാം. ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞ് നിന്റെ മുന്നിലൂടെ പോകുന്ന ഓരോ ജീവിത പ്രതിസന്ധികളിലും സാഹചര്യങ്ങളിലും അനുകൂലവും പ്രതികൂലവുമാകുന്ന ഒത്തിരി വഴികളിലും ഇതാ കർത്താവിൻ്റെ ദാസി, ദൈവമേ നിന്റെ വഴി, ഇതാ കർത്താവിൻ്റെ ദാസൻ നിന്റെ വഴി എന്നെ കാണിച്ചു തരണമേ എന്ന് മറിയത്തെ പോലെ പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാം മംഗളവാർത്തകളാകും. ദൈവം അനുഗ്രഹിക്കട്ടെ.